കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് അല്ലെങ്കിൽ തിങ്കിങ് എറേഴ്സ് എന്താണിത്? നമ്മളുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഒത്തിരി സ്ട്രെസ് ഉണ്ടാക്കുന്ന, ആങ്സൈറ്റി ഉണ്ടാക്കുന്ന, റിലേഷൻഷിപ്പിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് കടന്നു വരുന്ന സൂപ്പർ വില്ലന്മാരാണ് കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ്. കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് എന്തൊക്കെയാണ്? വളരെ കോമൺ ആയിട്ട് കാണുന്ന ഡിസ്റ്റോർഷൻസ് എന്തൊക്കെയാണ്? അതിനെങ്ങനെ റീഫ്രെയിം ചെയ്യാം? അതിലൂടെ ഉണ്ടാകുന്ന എഫക്റ്റുകൾ എന്തൊക്കെയാണ്? നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷനിലുള്ള പ്രശ്നങ്ങളൊന്നുമല്ല. ഡിസ്റ്റോർട്ടഡ് തോട്ട്സ് വരുന്നത് നമ്മൾ കാര്യങ്ങളെ തെറ്റായ രീതിയിൽ മനസ്സിലാക്കുമ്പോൾ, തെറ്റായ രീതിയിൽ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ഡിസ്റ്റോർട്ടഡ് തോട്ട്സ് നമ്മളിലേക്ക് വരുന്നത്. പക്ഷെ അതിന്റെ ഒരു എഫക്റ്റ് എന്താണ്? നമുക്ക് ഒത്തിരി നെഗറ്റീവ് ഫീലിങ്സും നെഗറ്റീവ് ഇമോഷൻസും നെഗറ്റീവ് ബിഹേവിയറിലേക്കൊക്കെ ഇത് എത്തിക്കുന്നു. വളരെ കോമൺ ആയിട്ട് നമ്മുടെ നോർമൽ ഡേ ടു ഡേ ലൈഫിൽ വരുന്ന ഒരു തോട്ട് പാറ്റേൺ ആണ് ഈ ഇറേഷണൽ തോട്ട്സ്. കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് അല്ലെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഇറേഷണൽ തോട്ട്സ്, തെറ്റായ രീതിയിലുള്ള തോട്ട്സ്. അപ്പൊ ഈ ഇറേഷണൽ തോട്ട്സ് വളരെ കോമൺ ആയിട്ട് നോർമൽ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ പോലും അറിയാതെ ഒരു ഓട്ടോമാറ്റിക് തോട്ട് പാറ്റേൺ ആയിട്ട് നമ്മളിലേക്ക് അത് വരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കതിനെ മനസ്സിലാക്കാനും പ്രയാസമാണ്. ഇത് ഇറേഷണൽ തോട്ട്സ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനും പ്രയാസമാണ്. ആ ഒരു തോട്ടിനെ വളരെ റിയൽ ആയിട്ട്, സത്യമായിട്ട്, ശരിയായിട്ടാണ് നമ്മൾ അതിനെ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിലൂടെ നമുക്ക് കിട്ടുന്ന നെഗറ്റീവ് ഫീലിങ്സും ആ നെഗറ്റീവ് ഇമോഷൻസിനെ ഒന്നും നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയില്ല. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇതിലൂടെ നമ്മൾ പോകുമ്പോൾ ഒരുപാട് സ്ട്രെസ്സും ആൻസൈറ്റിയും അതുപോലെ ഡിപ്രഷനിലേക്കൊക്കെ അത് എത്തിക്കുന്നു. നമുക്ക് ഒരുപാട് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുന്നത് മാത്രമല്ല, അത് റിലേഷൻഷിപ്പിലും ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വില്ലന്മാരാണ് ഈ തിങ്കിങ് എറേഴ്സ്. ഇനി ആർക്കൊക്കെയാണ് തിങ്കിങ് എറേഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്? എല്ലാവരും ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. വളരെ കോമൺ ആയിട്ട് എവ്രി വൺ ക്യാൻ എക്സ്പീരിയൻസ്, എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്യും നമ്മുടെ ഡേ ടു ഡേ തോട്ട്സിൽ. പക്ഷെ എല്ലാവരെയും നെഗറ്റീവായിട്ട് ഇത് എഫക്ട് ചെയ്യില്ല. ചിലർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ മനസ്സിലാക്കാൻ പറ്റും, റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും, അവർക്ക് അതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിന്റെ ഒരു നെഗറ്റീവ് എഫക്റ്റിൽ നിന്നും അവർക്ക് രക്ഷപ്പെടാൻ കഴിയും. എന്നാൽ ഓൾറെഡി കുറച്ച് സ്ട്രെസ് ഉള്ളവരാണ്, ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ഇവന്റ്സിലൂടെ, അറ്റ്മോസ്ഫിയറിലൂടെ ഒക്കെ കടന്നു വന്നിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇതിനെ മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, അതിന് റിയൽ ആയിട്ട് എടുക്കും. ഈ ഒരു തോട്ട്സിന് റിയൽ ആയിട്ട് എടുക്കുന്നു. അതിലൂടെ അതിനെ തിരിച്ചറിയാനും അതിനെ ഓവർകം ചെയ്യാനും പ്രയാസം ഉണ്ടാകുന്നു. ഇനി നമുക്ക് എന്താണ് ഇതിനൊരു മാർഗം? ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യണം എന്തൊക്കെയാണ് എന്നിലുള്ള ഡിസ്റ്റോർഷൻസ്, എന്നിലുള്ള തെറ്റായ ഈ ചിന്താ രീതികൾ, ഈ ഒരു പാറ്റേൺ, ഈ തോട്ട് പാറ്റേൺ എന്തൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലാക്കണം. അതിനെ കറക്റ്റ് ചെയ്യണം, അതിനെ റീഫ്രെയിം ചെയ്യണം. അതിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു 50% അതിനെ ഓവർകം ചെയ്യാം. ഓ, ഇതൊക്കെ എങ്ങനെ ആയിരുന്നു അല്ലേ, ഇതൊന്നും ശരിയല്ലല്ലേ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഒരു 50% നമുക്ക് ഓവർകം ചെയ്യാം. പിന്നീട് നമ്മൾ അതിൽ വർക്കും കൂടെ ചെയ്യുമ്പോൾ അതിനെ കംപ്ലീറ്റ് നമുക്ക് ഓവർകം ചെയ്ത് ആ തോട്ട് പാറ്റേണെ തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയും. വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു 12 കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ്, തിങ്കിങ് എറേഴ്സ് ആണ് ഓൾ ഓർ നത്തിങ് തിങ്കിങ് അഥവാ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ് അല്ലെങ്കിൽ പോളറൈസ്ഡ് തിങ്കിങ്. ഈ 3 പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ഓവർ ജനറലൈസേഷൻ, മെന്റൽ ഫിൽറ്ററിംഗ്, ജമ്പിങ് ടു കൺക്ലൂഷൻസ്, മാഗ്നിഫിക്കേഷൻ ആൻഡ് മിനിമൈസേഷൻ അല്ലെങ്കിൽ അതിന് കാറ്റാസ്ട്രോഫൈസിംഗ് എന്ന് പറയാം. ഷുഡ് സ്റ്റേറ്റ്മെന്റ്സ്, ലാബലിംഗ്, ഇമോഷണൽ റീസണിങ്, പേഴ്സണലൈസേഷൻ, ബ്ലെയിമിംഗ്, ഓൾവേസ് ബീയിങ് റൈറ്റ്, കൺട്രോൾ ഫാലസീസ്. ഈ പേരുകൾ കേൾക്കുമ്പോൾ നമുക്ക് ഒരു പരിചയമില്ലാത്ത എന്ത് സംഭവമാണ് ഇതെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. എന്നാൽ ഡെയിലി ലൈഫിൽ നിങ്ങൾക്ക് വളരെ കോമൺ ആയിട്ട് നിങ്ങൾക്ക് പരിചയമുള്ള സൂപ്പർ വില്ലന്മാരാണ് ഇവരെ എന്ന് നമ്മൾ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും.